ജാസ്മിനെ പോലെ തന്നെ മറ്റൊരു രീതിയിൽ ബിഗ് ബോസ് ഹൗസിൽ വിമർശനങ്ങൾ നേരിടേണ്ടി വന്ന മത്സരാർത്ഥിയാണ് നോറ. അകത്ത് ഇമോഷണൽ ഡ്രാമ കളിക്കുന്നു, വിക്ടിം കാർഡ് ഇറക്കുന്നു എന്നൊക്കെയുള്ളതായിരുന്നു നോറയ്ക്കെതിരെ വന്ന പ്രധാന വിമർശനങ്ങൾ. അകത്ത മത്സരാർത്ഥികൾക്കിടയിൽ വിമർശനം നേരിട്ടെങ്കിലും പുറത്ത് അത്യാവശ്യം ജനപ്രീതി നോറയ്ക്കുണ്ടായിരുന്നു. എന്നാൽ പതിയെ പതിയെ അതിൽ കുറവും സംഭവിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഓരോ വിഷയങ്ങളിലും ആവശ്യമില്ലാത്ത വിശദീകരണങ്ങൾ നൽകി സ്വയം ന്യായീകരിക്കുന്നുവെന്നതുകൊണ്ടാണ് നോറയുടെ ഗെയിമിനോട് പ്രേക്ഷകർക്കുള്ള താല്പര്യം കുറയാൻ കാരണം. പൊതുവെ നോറയുടെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടായാൽ ക്യാമറകളെ നോക്കിയാണ് നോറ അതിനുള്ള വിശദീകരണം നൽകുക. ജനങ്ങൾ തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടിയാണ് നോറ അത്തരമൊരു രീതി ഹൗസിൽ വന്നപ്പോൾ മുതൽ പിന്തുടരുന്നത്. പുറത്താകുന്നതുവരെ രസ്മിനായിരുന്നു നോറയ്ക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം കേട്ടിരുന്നത്. ഒന്നാം ദിവസം മുതലുള്ള കാര്യങ്ങൾ നോറ വിശദീകരിച്ചാലും രസ്മിൻ അത് ക്ഷമയോടെ കേൾക്കുമായിരുന്നു. എന്നാൽ രസ്മിൻ പോയതോടെ നോറയ്ക്ക് സംസാരിക്കാൻ ആളില്ലാതെയായി. ഓരോ പ്രശ്നങ്ങൾ സംഭവിക്കുമ്പോഴും വ്യക്തതയില്ലാത്ത രീതിയിൽ സ്വന്തം ഭാഗം ന്യായീകരിക്കുകയാണ് നോറ ചെയ്യുന്നത്. ഹൗസിലെ മറ്റുള്ള മത്സരാർത്ഥികൾക്ക് അത് മനസ്സിലായതുകൊണ്ട് തന്നെ നോറ സംസാരിക്കാൻ വരുമ്പോഴും പലരും ഒഴിഞ്ഞുമാറി പോവുകയാണ് പതിവ്. ഫാമിലി വീക്കിൽ മാതാപിതാക്കൾ വന്നു പോയതിനു ശേഷം നോറ പറഞ്ഞ ചില കാര്യങ്ങൾ ഹൗസിൽ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. മാത്രമല്ല, സ്വന്തം മാതാപിതാക്കളെ കുറ്റപ്പെടുത്തി പൊതുജനത്തിന് പിച്ച് ചീന്താൻ നോറ ഇട്ടുകൊടുത്തിരിക്കുകയാണെന്ന് അൻസിബയും പുറത്താകുന്നതിന് മുൻപ് തന്നെ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ പറഞ്ഞിരുന്നു. അതിനുശേഷം തന്നെ ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകുമോ എന്നുള്ള സംശയവും പേടിയും നോറയ്ക്കുണ്ട്. മാത്രമല്ല, ജാസ്മിനുമായി തർക്കിച്ച് നിൽക്കാനും നോറയ്ക്ക് സാധിക്കാറില്ല. ഇപ്പോഴിതാ ജാസ്മിനുമായും തന്റെ മാതാപിതാക്കളുമായും ബന്ധപ്പെട്ട വിഷയത്തിൽ സ്വയം ന്യായീകരിച്ച് സംസാരിക്കാൻ ഋഷിയുടെ അടുത്ത് ചെന്നപ്പോൾ ഋഷി അതിനെ ചെവി കൊടുക്കാൻ നിൽക്കാതെ ഒഴിഞ്ഞുമാറി പോവുകയാണ് ചെയ്തത്. ആദ്യം കുറച്ചു നേരം സംസാരിച്ചിട്ട് നോറ തർക്കിക്കാൻ തുടങ്ങിയതോടെയാണ് ഋഷി അത് വിട്, ഞാനൊന്നും പറഞ്ഞില്ലേ എന്ന് പറഞ്ഞു പോയത്. തന്നെ കേൾക്കാൻ താല്പര്യമില്ലാതെ ഋഷി പോയതാണെന്ന് നോറയ്ക്ക് മനസ്സിലായി. അതിനു മുൻപ് നോറ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ സായും അഭിഷേകും അവിടെ നിന്ന് എസ്കേപ്പ് ആയിരുന്നു. ഋഷി കൂടി പോയതോടെ തനിക്ക് സംസാരിക്കാൻ ഹൗസിൽ ആളുകളില്ലെന്നത് നോറയ്ക്ക് വ്യക്തമായി. ഞാൻ വീട്ടുകാരെ പറഞ്ഞിട്ടില്ല എന്നും പിന്നെയും എന്തിനാണ് ഇവർ ഞാൻ വീട്ടുകാരെ കുറ്റപ്പെടുത്തിയെന്ന് പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല എന്നും നോറ പറയുന്നുണ്ട്. ഞാൻ സംസാരിക്കാൻ വരുമ്പോൾ ആരും അത് കേൾക്കാൻ നിൽക്കാറില്ല. എന്നിട്ട് പറയും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെന്ന്. ഞാൻ വന്നിരുന്നപ്പോൾ സായി പോയി, പിന്നെ അഭിഷേക് പോയി, ഇപ്പോൾ ഋഷിയും പോയി. ഞാൻ എന്റെ വീട്ടുകാരെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ലെന്നാണ് വിങ്ങിപ്പൊട്ടി ക്യാമറ നോക്കി നോറ പറഞ്ഞത്. ഫാമിലി വീക്കിന് മുൻപ് വരെ ആക്റ്റീവായി നിന്ന നോറയെ അതിനുശേഷമാണ് വളരെ മൂഡ് ഓഫ് ആയി കാണുന്നത്. അതേസമയം കഴിഞ്ഞ 5 സീസണുകളിലും ഉണ്ടായിരുന്നതുപോലെ ഇതാണ് സോഷ്യൽ മീഡിയ ഫെയിമുകളും ധാരാളമുള്ള സീസണാണ്. അക്കൂട്ടത്തിലേറെ ശ്രദ്ധിക്കപ്പെട്ട മത്സരാർത്ഥിയാണ് നോറ മുസ്കാൻ. ഇപ്പോൾ ഹൗസിൽ അവശേഷിക്കുന്ന ടോപ്പ് 10 മത്സരാർത്ഥികൾ ഒരാൾ കൂടിയാണ് നോറ. ടിക്കറ്റ് ഫിനാലെ ടാസ്കിന്റെ ചൂടിലാണ് മത്സരാർത്ഥികൾ എല്ലാവരും. എന്നാൽ പോയിന്റ് പട്ടികയിൽ ഇടം പിടിക്കാൻ ഇതുവരെയും നോറയ്ക്ക് സാധിച്ചിട്ടില്ല. 4 ടാസ്കുകൾ പൂർത്തിയായപ്പോൾ പോയിന്റ് പട്ടികയിൽ ഏറ്റവും പിറകിലാണ് നിലവിൽ നോറ. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.